വൃദ്ധ മാതാപിതാക്കൾ സ്വന്തം വീട്ടിൽ ക്രൂരമായ ആക്രമണത്തിന് ഇരകളാകുന്ന ഒട്ടേറെ സംഭവങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. മക്കൾ പോലും തിരിഞ്ഞു നോക്കാതെ നരകയാതന അനുഭവിക്കുന്നവർ. തിരുവനന്തപുരം നഗരൂരിൽ 81കാരനായ പിതാവ് നേരിട്ട ക്രൂരതയെക്കുറിച്ച് അറിഞ്ഞാൽ ഒരാൾക്കും അത് സഹിക്കാനാവില്ല. നഗരൂർ സ്വദേശി രവീന്ദ്രനെ ഭാര്യയും മക്കളും മരുമക്കളും ചേർന്ന് പീഡിപ്പിച്ചെന്നാണ് പരാതി. പിന്നീട് മാനസിക രോഗിയായി ചിത്രീകരിച്ചു. രവീന്ദ്രൻ്റെ ബാങ്ക് നിക്ഷേപം കൈക്കലാക്കാനായിരുന്നു ക്രൂരത. പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. കല്ലിങ്കൽ സ്വദേശി രവീന്ദ്രനാണ് തന്റെ സ്വത്ത് തട്ടിയെടുക്കാനായി ഭാര്യയും മക്കളും പീഡിപ്പിക്കുന്നതായി പരാതി നൽകിയത്. സ്വത്തുക്കൾക്ക് പുറമെ നഗരൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപവുമുണ്ട്. ഇത് ഭാര്യയും മക്കളും മരുമക്കളും ചേർന്ന് കൈക്കലാക്കാൻ ശ്രമിക്കുന്നതായാണ് ഈ 81കാരന്റെ പരാതി. ആവശ്യം നിരസിച്ചതോടെ മാനസിക രോഗിയായി ചിത്രീകരിക്കുന്നതായും ഇദ്ദേഹം പറയുന്നു. എൻ്റെ അക്കൗണ്ട് പൈസ തട്ടിയെടുക്കുന്നതിന് വേണ്ടി എൻ്റെ ഭാര്യയും മക്കളും മരുമക്കളും കൂടി എന്നെ മനോരോഗ ആശുപത്രിയിൽ കൊണ്ടുപോയി കൃത്രിമ സർട്ടിഫിക്കറ്റ് സമ്പാദിച്ച് കോടതിയിൽ കൊടുത്ത് എൻ്റെ അക്കൗണ്ട് സ്റ്റേ ചെയ്തു. കോടതി എന്നെ വിളിപ്പിച്ചു. എനിക്ക് രോഗം ഇല്ലെന്ന് കണ്ടതിനാൽ അവരെ കേസ് തള്ളി. എന്നെ ഉപദ്രവിച്ചവർക്കെതിരെ അധികാരികൾ നടപടിയെടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. എൻ്റെ വീട്ടിൽ എനിക്ക് സ്വൈര്യമായി താമസിക്കാനുള്ള അവസരം അധികാരികൾ ഉണ്ടാക്കി തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ 4-അംഗ സംഘം ബലം പ്രയോഗിച്ച് രവീന്ദ്രനെ കല്ലമ്പലത്തെ സ്വകാര്യ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു. 40 ദിവസത്തോളം അവിടെ കഴിഞ്ഞു. അയൽവാസികൾ രവീന്ദ്രന്റെ സഹോദരിമാരെ വിവരമറിയിച്ചതോടെയാണ് ചികിത്സയിൽ നിന്ന് മോചനം നേടാനായത്. തുടർന്ന് നഗരൂർ പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. ഇതിനിടെ മാനസിക രോഗത്തിന് ചികിത്സ നൽകിയതായുള്ള രേഖയുണ്ടാക്കിയ ശേഷം പണയിടപാടുകൾ നടത്താൻ അനുവാദം നൽകണമെന്നാവശ്യപ്പെട്ട് ഭാര്യ ആറ്റിങ്ങൽ മുൻസിഫ് കോടതിയെ സമീപിച്ചു. എന്നാൽ രവീന്ദ്രന് മാനസിക നിലയിൽ പ്രശ്നമില്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതോടെ ഹർജി തള്ളി. തനിക്ക് നീതി വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി, കലക്ടർ, DGP, മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് റിപ്പോർട്ട് തേടി. ന്യൂസ് 18 ആറ്റിങ്ങൽ.